അശ്വിനി ആശുപത്രിയിൽ നിന്ന് സൂരജ് സജി കൂടി നമുക്കൊപ്പം ശരിയാണ്. സൂരജ്, അല്പസമയത്തിനകം കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി അശ്വിനി ആശുപത്രി സന്ദർശിക്കും. അവിടെ എത്ര പ്രവർത്തകരാണ് പരിക്കേറ്റ് കിടക്കുന്നത്? അവരുടെ പരിക്കൊക്കെ സാരമുള്ളതാണ്. എന്താണ് വിവരങ്ങൾ? 4 പേർ ഇപ്പോൾ ഇവിടെ അഡ്മിറ്റ് ആയിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതോടൊപ്പം തന്നെ നിരവധി പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. ബി.ജെ.പിയുടെ നമ്മുടെയൊക്കെ ചർച്ചകളിൽ ബി.ജെ.പിയുടെ പ്രതിനിധിയായെത്തുന്ന ഉല്ലാസ് ബാബുവിന്റെ അടക്കം കൈക്ക് പരിക്കേറ്റിട്ടുണ്ട്. അതോടൊപ്പം തന്നെ സിറ്റി ജില്ലാ പ്രസിഡന്റ് ജസ്റ്റിൻ ജേക്കബിന് പരിക്കേറ്റിട്ടുണ്ട്. അങ്ങനെ തുടങ്ങി നേതാക്കൾക്കടക്കം പരിക്കേറ്റിട്ടുണ്ട് എന്നുള്ളതാണ്. ഇവിടെ ഇപ്പോൾ അവരെല്ലാവരും തന്നെ ആശുപത്രിക്കകത്തുണ്ട്. അവരെ സന്ദർശിക്കുന്നതിന് വേണ്ടി ആണ് സുരേഷ് ഗോപി ഇങ്ങോട്ടേക്ക് എത്തുന്നത്. ഏകദേശം ഒരു 2 സുരേഷ് ഗോപി അശ്വിനി ആശുപത്രിയിൽ എത്തിക്കഴിഞ്ഞു. അദ്ദേഹം ഇപ്പോഴും പ്രതികരിക്കാൻ തയ്യാറാകുന്നില്ല എന്നാണ് നമുക്ക് ലഭിക്കുന്നവർ. മാധ്യമങ്ങളോട് മൗനം തുടരുകയാണ് സുരേഷ് ഗോപി. അദ്ദേഹം ഈ പ്രവർത്തകരെ കണ്ടതിന് ശേഷം പ്രതികരിക്കുമോ എന്നറിയില്ല. എന്തായാലും അദ്ദേഹം തൃശ്ശൂരിലെ അശ്വിനി ആശുപത്രിയിൽ എത്തിക്കഴിഞ്ഞു. അവിടെ നമ്മുടെ പ്രതിനിധി സൂരജ് സജിയുണ്ട്. സൂരജ് സജി, താങ്കളുടെ മുന്നിലേക്ക് അല്പസമയത്തിനകം സുരേഷ് ഗോപി എത്തുകയാണ്. വിവരങ്ങൾ ആശുപത്രിയിൽ നിന്ന് നമുക്കൊപ്പം ചേരും നിതിൻ. ശരിക്കും ഒരുപാട് BJP പ്രവർത്തകർ ഇപ്പോൾ ഈ ആശുപത്രി പരിസരത്തുണ്ടോ? മറ്റുള്ള രാഷ്ട്രീയ പ്രവർത്തകർ അവിടെ എത്തിയിട്ടുണ്ടോ? CPM-കാരോ അങ്ങനെയുള്ള ആരെങ്കിലും? ആളുകളും തന്നെ ഇപ്പോൾ ആശുപത്രി പരിസരത്ത് എത്തിയിട്ടില്ല. എന്തായാലും BJP പ്രവർത്തകരെല്ലാം തന്നെ സുരേഷ് ഗോപിക്ക് വലിയ സ്വീകരണം ഒരുക്കിയിട്ടുണ്ട്. ഇപ്പോൾ ആശുപത്രിയിൽ എത്തിയിരിക്കുകയാണ് സുരേഷ് ഗോപി. പ്രവർത്തകരെ കാണാൻ വേണ്ടി പോവുകയാണ്. പ്രതികരണമുണ്ടോ എന്ന് ആവർത്തിച്ചു വെച്ചു. പക്ഷേ അദ്ദേഹം ഇപ്പോൾ ഒന്നും സംസാരിക്കുന്നില്ല എന്ന നിലപാട് തന്നെ തുടരുകയാണ്. എന്തായാലും സുരേഷ് ഗോപി ഇപ്പോൾ ആശുപത്രിയിൽ എത്തിയിട്ടുണ്ട്. ഇന്നലെ പരിക്കേറ്റ പ്രവർത്തകരെ കാണാൻ വേണ്ടി പോവുകയാണ്. അതിനുശേഷം നേരെ MP ഓഫീസിലേക്ക് പോകും. പിന്നീടാകും കമ്മീഷൻ ഓഫീസിലെ മാർച്ചിൽ സുരേഷ് ഗോപി പങ്കെടുക്കുക. BJP-യുടെ സംസ്ഥാന നേതാക്കളോട് നൽകിയത് സൂരജ് സജിയിലേക്ക് നമ്മൾ പോകുന്നു. നിതിൻ, ശ്വാസം എടുത്ത് നിൽക്കൂ, ഇപ്പോൾ തിരിച്ചു വരാം. സൂരജ് സജിയിലേക്ക് പറയൂ. സൂരജ്. സുരേഷ് ഗോപി ഇപ്പോൾ പരിക്കേറ്റ ആളുകളെ സന്ദർശിക്കുന്നതാണ് ദൃശ്യത്തിൽ കാണുന്നത്. BJP ജില്ലാധ്യക്ഷൻ, അതായത് തൃശ്ശൂരിലെ ജില്ലാധ്യക്ഷൻ, സിറ്റി ജില്ലാധ്യക്ഷൻ ജസ്റ്റിൻ ജേക്കബ് അടക്കമുണ്ട്. ഇപ്പോൾ സുരേഷ് ഗോപി, കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി പരിക്ക് പറ്റിയ പ്രവർത്തകരെ സന്ദർശിക്കുകയാണ്. ഇപ്പോൾ ജസ്റ്റിൻ ജേക്കബുമായി സംസാരിക്കുന്നതാണ് ദൃശ്യത്തിൽ കാണുന്നത്. എന്തായാലും തൃശൂർ സിറ്റി ജില്ലാ പ്രസിഡന്റ് ജസ്റ്റിൻ ജേക്കബുമായി ഇപ്പോൾ സുരേഷ് ഗോപി സംസാരിച്ചു. അതോടൊപ്പം തന്നെ പ്രവർത്തകർ, അതായത് വൈസ് പ്രസിഡന്റ് ആയിട്ടുള്ള ഹരിയാണ് നമ്മൾ കണ്ടത്. ഹരി അടക്കം ഈ കാര്യങ്ങൾ വിശദീകരിച്ചു കൊടുക്കുന്നുണ്ട്. ഇന്നലെ എന്താണ് സംഭവിച്ചത് എന്നടക്കമുള്ള കാര്യങ്ങൾ വിശദീകരിച്ചു കൊടുക്കുന്നുണ്ട്. ഇന്നലെ വൈകുന്നേരമാണ് CPM കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ ഓഫീസിലേക്ക് ഒരു മാർച്ച് നടത്തുന്നത്. അപ്രതീക്ഷിതമായി അദ്ദേഹത്തിന്റെ ഓഫീസിന് മുന്നിൽ സ്ഥാപിച്ചിരിക്കുന്ന ദിശാ ബോർഡിലേക്ക് ഒരു പ്രവർത്തകൻ എത്തുകയും കരിയോയിലും ചെരുപ്പുമാലയും അണിയാൻ ശ്രമിക്കുകയുമായിരുന്നു. ഇതോടുകൂടി പോലീസ് ഇടപെട്ട് തടയാൻ ശ്രമിച്ചെങ്കിലും അതിനുള്ളിൽ തന്നെ കരിയോയിൽ പ്രവർത്തകൻ ഒഴിക്കുകയും ചെയ്തു. ഇത് BJP സംബന്ധിച്ച് അവർ ഒരു വൈകാരിക വിഷയമായി തന്നെ ഇതിനെ കണ്ടു എന്നുള്ളതാണ്. ഞൊടിയിടയിൽ തന്നെ BJP ഒരു പ്രതിഷേധവുമായി CPM-ന്റെ ജില്ലാ കമ്മിറ്റി ഓഫീസിലേക്ക് നീങ്ങുന്നു. സംസ്ഥാന നേതൃത്വം അടക്കം വേണമോ എന്ന് ചോദിച്ചപ്പോഴും ഇതൊരു വൈകാരിക വിഷയമാണ്, തങ്ങൾ ആ വൈകാരികത പ്രകടിപ്പിക്കും എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു ഇന്നലെ BJP CPM-ന്റെ ജില്ലാ കമ്മിറ്റി ഓഫീസിലേക്ക് മാർച്ച് നടത്തും. പക്ഷേ 100 മീറ്റർ അകലെ ഈ മാർച്ച് തടയുകയും അവിടെ വെച്ച് ഈ ഉദ്ഘാടനമടക്കം നടത്തി പിരിയാനുള്ള ഒരു തയ്യാറെടുപ്പ് BJP നടത്തുന്നതിനിടയിലാണ് CPM പ്രവർത്തകർ സംഘടിച്ചെത്തി സമീപത്തെത്തി വലിയ രീതിയിൽ മുദ്രാവാക്യം മുഴക്കിയത്. ഇതോടുകൂടി ഇരു വിഭാഗവും തമ്മിൽ മുദ്രാവാക്യം വിളിയും പോർവിളിയും പിന്നീട് അത് കയ്യാങ്കളിയിലേക്കും കലാശിക്കുകയായിരുന്നു. അങ്ങനെയാണ് ഈ നിരവധി പ്രവർത്തകർക്കടക്കം പരിക്കേൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് തലയ്ക്ക് അടിയേറ്റത്. അതോടൊപ്പം തന്നെ തലയ്ക്ക് നിരവധി പ്രവർത്തകർക്ക് പരിക്കേറ്റിട്ടുണ്ട്. ആശുപത്രിയിലാണ് ഇപ്പോൾ സുരേഷ് ഗോപി ഉള്ളത്. കേന്ദ്രമന്ത്രി ഇന്നലെ പരിക്ക് പറ്റിയ BJP പ്രവർത്തകരെ അദ്ദേഹം സന്ദർശിച്ച കാര്യവിവരങ്ങൾ നടത്തുകയാണ്. സ്വകാര്യാന്വേഷണം നടത്തി ഓരോ ബെഡിലും അദ്ദേഹം എത്തി പ്രവർത്തകരെ ക്ലോസായിട്ട് കാണുകയാണ്. അതിൻ്റെ ദൃശ്യമാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്. തൃശ്ശൂർ അശ്വിനി ആശുപത്രിയിൽ നിന്നുള്ള ദൃശ്യമാണ് ഇപ്പോൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. അവിടെ നമ്മുടെ പ്രതിനിധി സൂരജ് സജിയുണ്ട്. സൂരജ്, അദ്ദേഹം ഇനി BJP ഓഫീസിലേക്ക് പോകുമെന്നാണോ നമുക്ക് ലഭിച്ചിട്ടുള്ള വിവരം?
സുരേഷ് ഗോപി ഇതിനുശേഷം അദ്ദേഹത്തിന്റെ ക്യാമ്പ് ഓഫീസായിട്ടുള്ള ചെറൂർ റോഡിലെ അദ്ദേഹത്തിന്റെ ഓഫീസിലേക്ക് പോകും. ഇന്നലെ അവിടെയായിരുന്നു ഈ കരിയോയിൽ പ്രയോഗം അടക്കം ഉണ്ടായത്. അതുകൊണ്ട് തന്നെ ഓഫീസിലെത്തി അദ്ദേഹം തൽസ്ഥിതി നിരീക്ഷിക്കും എന്നുള്ളതാണ് പറയുന്നത്. അവിടെയും വലിയ പ്രവർത്തകർ ഇദ്ദേഹത്തെ കാണുന്നതിന് വേണ്ടി നിൽക്കുന്നുണ്ട്. കാരണം ചിങ്ങം 1-ന് തൃശ്ശൂരിലേക്ക് വരാനായിരുന്നു സുരേഷ് ഗോപി നേരത്തെ മുൻകൂട്ടി നിശ്ചയിച്ചിരുന്ന തീയതി. അതുപ്രകാരം പ്രവർത്തകരെയും നേതാക്കളെയും എല്ലാം ആ വിവരം അറിയിക്കുകയും ചെയ്തു. ചിങ്ങമാസം ഇവിടെ എത്തും, ചിങ്ങം 1-ാം തീയതി എത്തും എന്ന വിവരം അദ്ദേഹം അറിയിക്കുകയും ചെയ്തു. പ്രശ്നങ്ങൾ അതുമൂലമാണ് ഈ ഒരു അപ്രതീക്ഷിത വരവിലേക്ക് കാര്യങ്ങൾ നീങ്ങിയിരിക്കുന്നത്. ഇന്നലെ ഈ ഓഫീസിന് നേരെ ആക്രമണം ഉണ്ടായി എന്നുള്ളത് തന്നെയാണ് BJP അതോടൊപ്പം തന്നെ കേന്ദ്രമന്ത്രിയുടെ ഓഫീസും എല്ലാം തന്നെ ആരോപിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഓഫീസിലെത്തി സ്ഥിതിഗതികൾ നിരീക്ഷിക്കുക എന്നുള്ളതാണ് സുരേഷ് ഗോപി ആദ്യം ചെയ്യുക. ഇപ്പോൾ പരിക്ക് പറ്റിയ പ്രവർത്തകരെ അതിനുശേഷം അദ്ദേഹം നേരെ പോകുന്ന ഓഫീസിലാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.